മലയാള സിനിമ കാണാൻ അന്യഭാഷക്കാരും തിയേറ്ററുകളിൽ എത്തുന്നത് ഈ വർഷം ഒരു ട്രെൻഡായി മാറിയിരുന്നു. ഇതിൽ മലയാള സിനിമാ താരങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. തെന്നിന്ത്യയിലും ബോളിവുഡിലും ഏറ്റവും കൂടുതൽ തിരഞ്ഞ പേരുകളിൽ ഒന്നായിരുന്നു ഫഹദ് ഫാസിലിന്റേത്. ആവേശം എന്ന ഒറ്റ സിനിമ ഫഹദിന് നേടിക്കൊടുത്ത മൈലേജ് ആയിരുന്നു ഇത്. ഫഹദിനൊപ്പം തന്നെ പൃഥ്വിരാജ്, നസ്ലിൻ, ആസിഫ് അലി, ടൊവിനോ, മമ്മൂട്ടി, ബേസിൽ ജോസഫ്, ഉണ്ണി മുകുന്ദൻ എന്നിവർക്കാണ് ഈ വർഷം മലയാളത്തിൽ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ ലഭിച്ചത്. ഈ വർഷത്തെ സർപ്രൈസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഗിരീഷ് ഏടിയുടെ പ്രേമലു. മോളിവുഡിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ഇൻഡസ്ട്രിയെ തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. തമിഴ്, തെലുങ്ക്, കന്നഡ പ്രേക്ഷകരുടെയും ശ്രദ്ധ നേടാൻ പ്രേമലുവിനായി. മാത്രവുമല്ല, ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തിലെത്തിയ നെസ്ലിനും തെന്നിന്ത്യയൊട്ടാകെ ശ്രദ്ധ നേടുകയും ചെയ്തു. ബോക്സ് ഓഫീസിന് വിജയത്തിനപ്പുറം കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്ത പ്രേക്ഷക ഹൃദയം കീഴടക്കാൻ ആസിഫ് അലിക്കും ഈ വർഷം കഴിഞ്ഞു. കിഷ്കിന്ധ കാണ്ഡമാണ് ഈ വർഷത്തെ ആസിഫ് അലിയുടെ കരിയർ ബ്രേക്കായി മാറിയ ചിത്രം. ഈ സിനിമ വലിയ വിജയമായി മാറുകയും ആസിഫ് അവതരിപ്പിച്ച കഥാപാത്രം പ്രേക്ഷകർ വലിയ നീറ്റലുണ്ടാക്കുകയും ചെയ്തു. അതോടൊപ്പം തലവൻ, ലെവൽ ക്രോസ്, അഡിയോസ് അമീഗോ എന്നിവയും ഈ വർഷം റിലീസ് ചെയ്ത ആസിഫ് അലി ചിത്രങ്ങളാണ്. വ്യത്യസ്തമായ 4 കഥാപാത്രങ്ങളിലൂടെ 2024 മികച്ച നടനാകാൻ ആസിഫിന് കഴിഞ്ഞെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. 2023 ഈ വർഷവും തന്റേതാക്കാൻ മമ്മൂട്ടിക്കും സാധിച്ചു. ജയറാം നായകനായ അബ്രഹാം ഓസ്ലറാണ് 2024 റിലീസ് ചെയ്ത മമ്മൂട്ടി അഭിനയിച്ച ആദ്യ സിനിമ. ഡോക്ടർ അലക്സാണ്ടർ എന്ന വില്ലൻ വേഷത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത്. തൊട്ടുപിന്നാലെ ബ്രഹ്മയുഗത്തിലൂടെ മമ്മൂട്ടി വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചു. വില്ലനായി മമ്മൂട്ടി തകർത്തപ്പോൾ മലയാളത്തിന് പുറത്തും ചിത്രം ചർച്ചയായി. പിന്നീട് വൈശാഖ് ചിത്രം ടർബോയിലൂടെ മമ്മൂട്ടി കോടികൾ വാരുകയും ചെയ്തു. 2024 മമ്മൂട്ടി അഭിനയിച്ച 3 സിനിമകളും സാമ്പത്തികമായി വിജയം നേടുകയാണ് ചെയ്തത്. ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ച വർഷമാണ് 2024. നജീബ് എന്ന കഥാപാത്രത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് പൃഥ്വിരാജ് നടത്തിയ മേക്ക് ഓവർ ഏറെ ചർച്ചയായി മാറിയിരുന്നു. വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിലാണ് ഈ വർഷം റിലീസ് ചെയ്ത മറ്റൊരു പൃഥ്വിരാജ് ചിത്രം. ഈ സിനിമയും തിയേറ്ററിൽ വൻ വിജയമായിരുന്നു. പിന്നീട് ഫഹദിലേക്ക് വരുമ്പോൾ ആവേശത്തിലെ രംഗണ്ണനായി ഫഹദ് ഫാസിൽ കസറിയ വർഷമാണ് 2024. ഫഹദിന്റെ കഥാപാത്രത്തിന് മാത്രം വലിയ ഫാൻ ബേസ് രൂപപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ രംഗൻ എന്ന കഥാപാത്രമായി അഴിഞ്ഞാടുകയായിരുന്നു ഫഹദ്. മലയാളത്തിന് പുറത്തും ആവേശം വലിയ വിജയമായി. അമൽ നീരദ് ചിത്രം ബോഗൻവില്ലയാണ് ഫഹദിന്റേതായി ഈ വർഷം റിലീസ് ചെയ്ത മറ്റൊരു മലയാള സിനിമ. അതോടൊപ്പം തമിഴിൽ രജനീകാന്തിനൊപ്പവും തെലുങ്കിൽ അല്ലു അർജുനൊപ്പവും ഫഹദ് ഈ വർഷം തിളങ്ങി. ടോവിനോ തോമസിന്റെ കരിയറിലേക്ക് വരുമ്പോൾ മികച്ച ഒരു വർഷം തന്നെയാണ് 2024. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായില്ലെങ്കിലും ടോവിനോയുടെ പ്രകടനം നിരൂപക പ്രശംസ നേടി. നടികർ എന്ന സിനിമ പൂർണ്ണ പരാജയമായപ്പോൾ അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ ടൊവിനോ കളം തിരിച്ചുപിടിച്ചു. 3 വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് ARMൽ ടോവിനോ പ്രേക്ഷകരെ ഞെട്ടിച്ചത്. പിന്നീട് ബേസിൽ ജോസഫ് അഭിനയിച്ച ചിത്രങ്ങളിൽ ഏറ്റവും വലിയ പണം വാരി കൂട്ടിയതും ഈ വർഷമാണ്. ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിലൂടെയാണ് ബേസിൽ ഈ നേട്ടം കൈവരിച്ചത്. എന്നാൽ സോളോ ഹീറോ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇത് പെടില്ല. നുണക്കുഴി, സൂക്ഷ്മദർശിനി എന്നീ ചിത്രങ്ങളും ബേസിൽ നായകനായി ഈ വർഷം തിയേറ്ററുകളിലെത്തി. വർഷാവസാനം എത്തി. ബോക്സ് ഓഫീസിൽ തരകം സൃഷ്ടിച്ച ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ. ഉണ്ണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ഈ ചിത്രം നേടിയത്. ഏകദേശം 10.8 കോടി. മാർക്കോ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറാനുള്ള സാധ്യതയും വലുതാണ്.